പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. തിരുവോണ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ നിക്ഷേപകരുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വളരെയധികം നിരാശപ്പെടുത്തിക്കൊണ്ട് ആ ഒരു പ്രഖ്യാപനം ഇന്നലെയും വന്നില്ല. ആ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരുപാട് നാളുകളായി കാത്തിരിക്കുകയാണ്. ആ ഒരു പ്രഖ്യാപനം വൈകുന്നതിന്റെ കാരണം ഇപ്പോൾ ആശിഷ് നെഗി പറഞ്ഞിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റേഴ്സ് ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഡീലെല്ലാം ക്ലോസ് ആക്കാൻ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ അവസ്ഥയിൽ അത്തരത്തിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. നിലവിൽ മുന്നിൽ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിലും ഇനിയും ചില കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനം ഇത്രയധികം വൈകുന്നത്. നിലവിൽ ഈ ഒരു ഡീലിൽ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിലും അവർ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ അത്ര വേഗത്തിലല്ല മുന്നോട്ട് പോകുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ചില കാര്യങ്ങളെല്ലാം ഇനിയും പരിഹരിക്കേണ്ടതുണ്ട്. അതെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടായേക്കുക എന്നാണ് ആശിഷ് നെഗി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രഖ്യാപനം ഒരുപാട് വൈകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതെല്ലാം ഉടൻ തന്നെ പൂർത്തിയായാൽ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് മുൻപ് നീക്കങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുക. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡീല് പൂർത്തിയാകാതെ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള സൈനിങ്സ് ഒന്നും നടത്തിയേക്കില്ല. അടുത്തൊരു വാർത്ത മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് സനാനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ചുള്ള ഒരു മലയാളി താരമാണ് സനാൻ. താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ചില ISL ക്ലബ്ബുകളെല്ലാം രംഗത്തുമുണ്ട്. മുംബൈ സിറ്റി FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവ, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ എന്നീ ടീമുകൾക്കെല്ലാം ഈ ഒരു താരത്തിനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട്. മുഹമ്മദ് സനാന്റെ അടുത്ത ക്ലബ്ബ് ഏതാണ് എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല. ഏതെങ്കിലും ഒരു ക്ലബ്ബിലേക്ക് ഫ്രീ ഏജന്റ് ആയി പോകണമെങ്കിൽ ജംഷഡ്പൂർ എഫ്സിയിൽ നിന്നും ഒരു NOC താരത്തിന് വേണം. നിലവിൽ സനാൻ ഏത് ക്ലബ്ബിലേക്ക് പോകണമെന്നുള്ള കാര്യത്തിൽ താരം ഇതുവരെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് മാർക്കസ് മർഗ്ലാവോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.